മഹാഭാരത കഥയിലെ വില്ലൻ കഥാപാത്രമായ ദുര്യോധനന്റെ പേരിൽ ഇന്ത്യയിൽ 2 ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിലൊന്ന് കൊല്ലം പോരുവഴിയിലാണ്. കള്ള് നേർച്ചയായും നിവേദ്യമായും നൽകപ്പെടുന്ന അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കാത്ത ഒരു ക്ഷേത്രം. ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലെന്നതാണ് മലനട അപ്പൂപ്പൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട. കുറവ സമുദായത്തിന്റെ നിയന്ത്രണത്തിലും 7 കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം. ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്തതും ആൽത്തറയെ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് ജാതി മതഭേദമന്യേ സമസ്ത വിശ്വാസികൾക്കും ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമുള്ളതുമാണ് ഇവിടം. ഭൂമിക്ക് കരം പിരിവ് തുടങ്ങുന്ന കാലം മുതൽ പട്ടാധാരത്തിന്റെ സ്ഥാനത്ത് ദുര്യോധനൻ എന്ന പേര് ചേർത്താണത്രേ മലനട നിവാസികൾ മുൻപ് നികുതി ഒടുക്കിയിരുന്നത്. പ്രധാന ആരാധനാമൂർത്തി മലയപ്പൂപ്പനാണ്. കുറവരുടെ പൂർവിക പ്രകൃതി ആരാധനാ ഇടങ്ങളാണ് മലനടകൾ. കേരള ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകൾ കുറവ രാജവംശങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. സംഘ കാലഘട്ടമായിരുന്നു കുറവരുടെ സുവർണ കാലഘട്ടം. സംഘ സാഹിത്യങ്ങളിൽ മിക്ക കാവ്യങ്ങളിലും നായികാനായകന്മാരും കുറവനും കുറത്തിയുമായിരുന്നു. കാലത്ത് ഭൂരിഭാഗം രാജാക്കന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, കവയിത്രികൾ കുറവരായിരുന്നു. പെരുവിരുത്തി മലനടയിലെ കെട്ടുത്സവം ഏറെ പ്രശസ്തമാണ്. ഉത്സവത്തിന് ഭാരമേറിയ മലക്കുട പേറി കച്ചി ഒടുത്ത് ഊരാളൻ തുള്ളി മലയിറങ്ങുമ്പോൾ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു. എടുപ്പു കുതിരകളും കെട്ടുകാളകളുമാണ് പ്രധാന ഉത്സവ കാഴ്ചകൾ. മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം. ഓലക്കുട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്ക് ഇറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കും. ഉത്സവദിനം മുരവുകണ്ടത്തിൽ ഒത്തുചേരുന്ന കാളകളും എടുപ്പുകുതിരകളും മലയൂരാളിയായ മലനട അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രശസ്തമാണ്. വേല സമുദായത്തിൽപ്പെട്ടവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൂജ 12 ദിവസം നീണ്ടു നിൽക്കും. ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തു സൂക്ഷിക്കപ്പെട്ടതിന്റെ ഉത്തമ ഉദാഹരണമാണ് മലനട. കുറവ സമുദായത്തിൽപ്പെട്ട കടുത്താംശ്ശേരി കുടുംബത്തിലെ ഊരാളി നൂറ്റാണ്ടുകളായി ദ്രാവിഡ ആചാരപ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തിവരുന്നു. മലക്കുട മഹോത്സവത്തിന് ഊരാളി കയ്യിലേന്തുന്ന കുട മലനാഥനായ ഊരാളിയുടെ അധികാരത്തിന്റെ പ്രതീകമാണ്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നു. ദക്ഷിണ കേരളത്തിന്റെ എല്ലാ വഴികളും ഇന്ന് മലനിരക്കുന്നിൽ